ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഞാൻ നിങ്ങളോട് പറയുകയാണ്, പേപ്പറും പേനയും ഇല്ലാതെ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സോൾവ് ചെയ്തെടുക്കാം. ശരിയായിട്ടുള്ള ഉത്തരം ഗസ് ചെയ്തെടുക്കാം. ഓക്കെ, എങ്ങനെ നിങ്ങൾക്ക് അത് സാധിക്കും? അതാണ് നമ്മുടെ ഇന്നത്തെ കണ്ടന്റ്. വെൽക്കം. അപ്പൊ നമ്മുടെ കണ്ടന്റ് എന്താന്ന് ചോദിച്ചാൽ, കീമിലെ പ്രോ ടിപ്സ്. എങ്ങനെ നമുക്ക് പെട്ടെന്ന് കീം ആയിക്കോട്ടെ, JEE ആയിക്കോട്ടെ, നീറ്റ് ആയിക്കോട്ടെ, ഏത് എൻട്രൻസ് എക്സാമോ ആയിക്കോട്ടെ, അതിനകത്തെ പല ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് പോലും നോക്കാതെ ആൻസർ എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ കണ്ടന്റ്. അപ്പോൾ നേരത്തെ കാണിച്ച ക്വസ്റ്റ്യനിലേക്ക് തന്നെ നമുക്കൊന്ന് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഇന്റഗ്രൽ e⁻x sec x × 1 + tan x dx. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ ആൻസർ കിട്ടും. എങ്കിൽ ഇതിനകത്ത് ഓപ്ഷൻസ് നമുക്ക് ആൻസർ എങ്ങനെ കണ്ടെത്താം ഒന്ന് നോക്കിയേ. എ ഓപ്ഷൻ e⁻x tan x, ബി ഓപ്ഷൻ e⁻x + sec x, സി ഓപ്ഷൻ e⁻− x sec x, ഡി ഓപ്ഷൻ e⁻x + tan x, ഈ ഓപ്ഷൻ e⁻x sec x. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് രണ്ട് ഓപ്ഷൻസിൽ പ്ലസ് ആണ് വരുന്നത്. അതായത് ബി ഓപ്ഷനിലും ഡി ഓപ്ഷനിലും e⁻x + sec x ഉം e⁻x + tan x ഉം. അപ്പൊ പ്ലസിന്റെ പ്രൊപ്പോർഷണാലിറ്റി കുറവാണ്. അതായത് രണ്ട് ഓപ്ഷനിൽ മാത്രമേ പ്ലസ് വരുന്നുള്ളൂ, മൂന്ന് ഓപ്ഷനിൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഗോ വിത്ത് മൾട്ടിപ്ലിക്കേഷൻ. ഇതെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് സമയമില്ലാത്ത സമയത്ത് നമുക്ക് ഗസ് ചെയ്ത് ശരിയാക്കാനുള്ള ട്രിക്കാണ് പറയുന്നത്. 99% ശരിയാവാനുള്ള ട്രിക്കുമാണ്. ഇനി വരുന്നത് e⁻x tan x, e⁻x sec x, e⁻− x sec x. രണ്ട് ഓപ്ഷനിൽ e⁻x ആണ്, അതുകൊണ്ട് e⁻− x വരാനുള്ള ചാൻസ് കുറവാണ്. കൂടുതൽ ഓപ്ഷനിൽ ഏതാണ് വരുന്നത് അതായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. കാരണം ക്വസ്റ്റ്യൻ മേക്കർ എന്തേ ആലോചിക്കൂ, കൂടുതൽ ഓപ്ഷനിൽ ഇതുണ്ടെങ്കിൽ അവൻ കൺഫ്യൂസ് ആയി തെറ്റിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് വിചാരിക്കും. ക്വസ്റ്റ്യൻ മേക്കർ ഒരു സൈക്കോയാണ്, പല വീഡിയോയിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി ആരൊക്കെ? e⁻x tan x ഉം e⁻x sec x ഉം. നമുക്ക് നേരത്തെ ആരും കൂടെ ഉണ്ടായിരുന്നത് e⁻− x sec x അല്ലേ? രണ്ട് sec x ഉം ഒരു tan x ഉം ഉള്ളേ. അപ്പൊ ആരോടൊപ്പം പോവുക? sec x നൊപ്പം പോവുക. അതേപോലെ കഴിഞ്ഞ സ്റ്റെപ്പിൽ നമ്മൾ പറഞ്ഞ എന്താ? രണ്ട് എക്സും ഒരു -x ഉം. അപ്പൊ ആരോടൊപ്പം പോകണമായിരുന്നു? എക്സിനോടൊപ്പം പോകണമായിരുന്നു. ഫൈനൽ ആൻസർ e⁻x sec x അങ്ങ് മാർക്ക് ചെയ്യുക. അങ്ങനെയാണ് ഇത് സിംപിളി നമ്മൾ ഗസ് ചെയ്തെടുക്കുന്നത്. ഇനി സോൾവ് ചെയ്തെടുക്കാനായാലും കുഴപ്പമൊന്നുമില്ല, ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചിരിക്കുക. e⁻x sec x ഇതിനെ ജസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം മക്കളെ. ഇന്റഗ്രൽ പേന കൊണ്ടുപോലല്ലോ, ഇപ്പൊ ശരിയാക്കി തരാം. നമ്മൾ നല്ല പേനയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്റഗ്രൽ e⁻x sec x, ആ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്താണ്, പ്ലസ് ഇന്റഗ്രൽ e⁻x sec x tan x. ഇതിനെ നമുക്ക് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ഒന്ന് എഴുതി നോക്കിയാൽ ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് sec x, സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് ഇവൻ. കാരണം ഐ ലേറ്റ് എന്ന് പറയുന്ന റൂൾ ഉണ്ടല്ലോ, ഐ ലേറ്റ്. ഫസ്റ്റ് ഫംഗ്ഷൻ sec x വെളിയിൽ എഴുതുക. sec x ഇന്റഗ്രൽ e⁻x മൈനസ് ഇന്റഗ്രൽ sec x ന്റെ ഡിഫറൻസിയേഷൻ sec x tan x, e⁻x ന്റെ ഇന്റഗ്രേഷൻ e⁻x പ്ലസ് ഇത് നോക്കിയേ, ഈ ടേമും സെയിം അല്ലേ? മൈനസും പ്ലസും അല്ലേ? ക്യാൻസൽ ആയി പോകും. e⁻x ന്റെ ഇന്റഗ്രേഷൻ എന്താ? e⁻x. ആൻസർ e⁻x sec x. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. അത്രേ ഉള്ളൂ. നമ്മൾ ഇത്രയും ചെയ്യുന്നതിന് പകരം ജസ്റ്റ് ഓപ്ഷനിൽ നിന്ന് ആൻസർ കണ്ടെത്തി, അത്രേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, 1/x + √x dx. ഇതും നമുക്ക് ഇതേപോലെ ചെയ്യാം. ഞാൻ പറയാണ്, ഇതും നമുക്ക് ഇതേപോലെ ചെയ്യാം, ഒരു പ്രശ്നവും ഇല്ല. ഓപ്ഷൻ അങ്ങോട്ട് നോക്കിയാട്ടെ. ഓപ്ഷൻ എ log 1 + √x. ഈ അവസാനം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് സമയം കുറവായിരിക്കും. ഈ മാത്സിന്റെ കുറെയൊക്കെ നമ്മൾ തന്നെ ചെയ്ത് എടുക്കാൻ നോക്കുക. ഒരുപാട് ഈസി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, നിങ്ങൾക്ക് പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇനി ഈ ലാസ്റ്റ് ഒക്കെ വരുമ്പോൾ സമയം വളരെ കുറഞ്ഞ സിറ്റുവേഷനിൽ നമ്മൾ ഈ ഉടായ്പ ഉപയോഗിക്കുക. തുടക്കം തൊട്ട് ഉപയോഗിച്ച് വരരുത്, കുറച്ച് റെസ്പെക്ട് കൊടുക്കണേ ഗെയിമിന്. അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്: ഇന്റഗ്രൽ 1/x + √x dx. ആദ്യത്തെ ഓപ്ഷൻ log 1 + √x. രണ്ടാമത്തത് 2 log 1 - √x. ഇവിടെ നോക്കിയാൽ ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ വെറുതെ സംസാരിച്ച് തൊണ്ട പറ്റിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ മൂന്ന് ഓപ്ഷനിൽ 2 ഉണ്ടേ മക്കളെ, ബാക്കി രണ്ട് ഓപ്ഷനിൽ 2 ഇല്ല. അപ്പൊ 2 ഉള്ളവന്റെ കൂടെ പോവാ. പിന്നെ 1 + √x എത്ര ഓപ്ഷൻ? രണ്ട് ഓപ്ഷൻ. 1 - √x രണ്ട് ഓപ്ഷൻ. ഒരു ഓപ്ഷനിൽ x + √x ആ, അവനെ നെഗ്ലക്ട് ചെയ്യുക, അവന്റെ ആവശ്യം നമുക്കില്ല. x + √x വരത്തില്ല. ബാക്കി 1 4 ഓപ്ഷൻ ഉള്ള സ്ഥിതിക്ക് അതിലേതെങ്കിലും ഒന്നേ ആവും. ഇനി കൺഫ്യൂഷൻ 1 + √x ആണോ 1 - √x ആണോ എന്നാണ്.
പ്ലസ് വരുന്ന 3 ഓപ്ഷൻ ഉണ്ട് നോക്കിക്കഴിഞ്ഞാൽ, മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എക്സ് പ്ലസ് റൂട്ട് എക്സിനെ ഒഴിവാക്കാതെ അത് നോക്കിക്കഴിഞ്ഞാൽ പ്ലസ് വരുന്ന 3 ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഏതേ വരാൻ സാധ്യതയുള്ളൂ? 2 log 1 പ്ലസ് റൂട്ട് എക്സ്. ഇതേ വരാൻ സാധ്യതയുള്ളൂ. കുത്തുമ്പോ അതേ കുത്താവൂ. ഇനി ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് അറിയണ്ടേ? നമ്മൾ ഇനി 2 log 1 പ്ലസ് റൂട്ട് എക്സും 2 log 1 മൈനസ് റൂട്ട് എക്സിൽ വരും നമുക്ക് കൺഫ്യൂഷൻ. അപ്പൊ അതിനകത്ത് ഏതെങ്കിലും ഒരുത്തിനെ എടുത്തൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കിയാൽ പോരെ മക്കളെ? നമുക്ക് ആദ്യം ടു ലോഗ് 1 പ്ലസ് റൂട്ട് എക്സിനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. 2 log 1 പ്ലസ് റൂട്ട് എക്സ് ഇതിനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്താ 2 അവിടെ തന്നെ നിൽക്കും. log 1 പ്ലസ് റൂട്ട് എക്സിന്റെ ഡിഫറൻസിയേഷൻ 1/1 പ്ലസ് റൂട്ട് എക്സ്. ഇനി 1 പ്ലസ് റൂട്ട് എക്സിന്റെ ഡിഫറൻസിയേഷൻ 1/2 റൂട്ട് എക്സ്. ഇതെന്ത് വന്ന് 1/2 2 ക്യാൻസൽ 1/x പ്ലസ് റൂട്ട് എക്സ്. ഇതല്ലേ ക്വസ്റ്റ്യൻ? 1/x പ്ലസ് റൂട്ട് എക്സ്. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. കമന്റ് ബോക്സിൽ കൈയടിക്കടേ. ഇത്രയും വലിയൊരു ലോജിക്ക് ഒരു ചാനലും ഒരു കോച്ചിങ് സെന്റർ നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല. ഞാൻ തന്നെ ഉണ്ടാക്കിയ മെത്തേഡാണ്, വേറെ ആർക്കും ഇത് അറിയത്തില്ല. ദാറ്റ് ഈസ് ദ റീസൺ. ഓക്കെ, അപ്പൊ അങ്ങനെ പല പല പ്രോ ടിപ്സ് ഉണ്ട്. ഇതാണ് ഒന്നാമത്തെ ടിപ്പ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ്. പല ചോദ്യങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പുട്ട് എക്സ് ഈക്വൽ ടു 0 അല്ലെങ്കിൽ പുട്ട് എക്സ് ഈക്വൽ ടു 1 എന്നൊക്കെ പറഞ്ഞ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ വളരെ പെട്ടെന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഞാനിപ്പം അതിന്റെ എക്സാമ്പിൾ ആയിട്ടൊരു പ്രോബ്ലം എടുക്കണം എന്ന് വിചാരിച്ചെങ്കിലും എടുത്തിട്ടില്ല, മറന്നുപോയി. ഓക്കെ, അങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഒരു സൂപ്പർ ട്രിക്കാണ്. അതും ഉപയോഗിക്കുക പല ക്വസ്റ്റ്യൻസിലും. പിന്നെ വരുന്ന ട്രിക്ക് എന്ന് പറഞ്ഞാൽ ഡൈമെൻഷണൽ അനാലിസിസ്. നമ്മുടെ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ കറക്റ്റ് ഡൈമെൻഷണൽ അനാലിസിസ് വെച്ചിട്ട് ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ആ പ്രോബ്ലം ഞാൻ ഇവിടെ വെച്ചേക്കാം. പ്രോബ്ലത്തിൽ ജസ്റ്റ് സർഫസ് ടെൻഷന്റെ ഡയമെൻഷൻ എടുക്കുക, ഫോഴ്സിന്റെ ഡയമെൻഷൻ എടുക്കുക, ഫോഴ്സ് മീൻസ് വെയിറ്റിന്റെ ഡയമെൻഷൻ എടുക്കുക, എന്നിട്ട് രണ്ട് സെല്ലും ഡയമെൻഷൻ ഇക്വേറ്റ് ആവുന്നത് ഏത് ഓപ്ഷൻ ആണോ അത് കുത്തുക. RT എന്നുള്ള ഓപ്ഷൻ വരും. ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ നമ്മുടെ ചാനലിൽ പോവുക. ഈ വീഡിയോയുടെ മുമ്പത്തെ വീഡിയോ ജസ്റ്റ് ചെക്ക്ഔട്ട് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പ്രോ ടിപ്സ് ആണ്. ഇതൊക്കെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസിലൂടെ മാത്രമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 2 വർഷം +2 കുത്തിയിരുന്ന് പഠിക്കുകയും ചെയ്തു, പിന്നെ 1 വർഷം റിപ്പീറ്റും ചെയ്തു. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസിന്റെ ഒക്കെ വെളിച്ചത്തിലാണ് നമ്മൾ ഈ ടിപ്സ് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത്ര സമയം ഉണ്ടായിരുന്നല്ലേ ടിപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കാൻ. അപ്പോൾ കൂടുതൽ ടിപ്സും ട്രിക്സും ടോപ്പിക്സും ഒക്കെ ആയിട്ട് നമുക്ക് കാണാം. എല്ലാവരും കട്ടയ്ക്ക് പഠിച്ചോളൂ. നമുക്ക് കീമും വേണം, പിന്നെ അത് കഴിഞ്ഞ് വരുന്ന JEEയും വേണം. നമുക്ക് എഴുതുന്ന എല്ലാ എക്സാമും തകർക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ. ഹായ്, ഹലോ ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവർക്കും വീണ്ടും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ആരാണ് ഒരു നല്ല എഞ്ചിനീയർ, അല്ലെങ്കിൽ എഞ്ചിനീയർ ആവാനുള്ള ആ ഒരു സ്കില്ലുള്ള വിദ്യാർത്ഥി ആരാണ്? നമ്മുടെ ചാനലിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇപ്പം ഈ വീഡിയോ കാണുന്ന ഭൂരിഭാഗം ആൾക്കാർ എഞ്ചിനീയറിംഗ് ആസ്പിറൻസ് ആയിരിക്കും, അല്ലെങ്കിൽ എഞ്ചിനീയറിങ്ങിനെ കയറിയിട്ടുള്ളവരായിരിക്കും. എങ്ങനെയെങ്കിലും ഈ എഞ്ചിനീയറിംഗ് മേഖലയുമായിട്ട് ബന്ധമുള്ളവരായിരിക്കും, അല്ലെങ്കിൽ ബന്ധം പുലർത്താൻ താല്പര്യമുള്ളവരായിരിക്കും. നമ്മുടെ എക്സാംസ് ആയിട്ടുള്ള കീം, JEE, മെയിൻ JEE, അഡ്വാൻസ്ഡ് തുടങ്ങിയ എക്സാംസ് ഒരു പരിധിവരെ നമ്മുടെ കോൺസെപ്റ്റ് നോളജും മറ്റൊരു തലത്തിൽ നമുക്ക് എഞ്ചിനീയർ ആവാനുള്ള ശേഷിയുണ്ടോ എന്നും ആണ് ചെക്ക് ചെയ്യുന്നത്. എങ്ങനെയാണ് അവർ ചെക്ക് ചെയ്യുന്നത്? ആരാണ് ഒരു നല്ല എഞ്ചിനീയറിംഗ് സ്കില്ലുള്ള ആള്? ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ഏറ്റവും കൂടുതൽ സ്റ്റെപ്പ് എഴുതി അത് സോൾവ് ചെയ്യുന്ന ആളാണോ നല്ല എഞ്ചിനീയർ? അതോ ഏറ്റവും ഭംഗിയായിട്ട് എഴുതുന്ന ഏറ്റവും നല്ല കയ്യക്ഷരമുള്ള ആളാണോ നല്ല എഞ്ചിനീയർ? ഇതൊന്നുമല്ല. ഒരു പ്രോബ്ലം കിട്ടിയാൽ അതിന്റെ ഏറ്റവും ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള, അതായത് ഏറ്റവും ലളിതമായിട്ടുള്ള സൊല്യൂഷൻ ഏറ്റവും പെട്ടെന്ന് ക്രാക്ക് ചെയ്യുന്ന ആളാണ്, ഏറ്റവും പെട്ടെന്ന് തലയിൽ ഉദിക്കുന്ന ആളാണ് നല്ല എഞ്ചിനീയർ. അപ്പൊ ഈ ഒരു സ്കില്ല് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. എങ്ങനെ? ചിന്തിച്ച് മാത്രം ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്കില്ലാണ് അത്. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഒരു കോട്ടുണ്ട്. അതായത്, ഞാൻ ഏറ്റവും ബുദ്ധിയുള്ള ആളല്ല, പക്ഷെ ഞാൻ ഒരു പ്രോബ്ലം കൊണ്ട് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന ആളാണ്. ഒരു പ്രോബ്ലത്തിന്റെ ഒപ്പം നമ്മൾ എത്ര സമയം ചെലവഴിക്കുന്നു അത്രയും നമ്മൾ ആ പ്രോബ്ലത്തിനോട് അറ്റാച്ച് ആവുന്നു, ആ ഒരു കോൺസെപ്റ്റ് നമുക്ക് മനസ്സിലാവുന്നു. അപ്പൊ സ്കിൽസ് ഡെവലപ്പ് ചെയ്തെടുക്കാനും ഇത് തന്നെയാണ് ഏറ്റവും നല്ല മാർഗം. കൂടുതൽ
വർക്കൗട്ട് ചെയ്യുക, കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്, ഇന്ന് നമ്മൾ ബോർഡ് വളരെ മിനിമം ആയിട്ട് നമ്മളെ ഉപയോഗിക്കുന്നുള്ളൂ. ബോർഡിൽ തൊടാതെ ചിന്തിച്ച് ആൻസർ കണ്ടുപിടിക്കുക, ഉടായ്പിലൂടെ ആൻസർ കണ്ടുപിടിക്കുക, ഒരു കോൺസെപ്റ്റും ഉപയോഗിക്കാതെ ഷോർട്ട് കട്ടിലൂടെ ആൻസർ കണ്ടുപിടിക്കുക. നമ്മുടെ LKGയിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കോൺസെപ്റ്റുകൾ വെച്ചിട്ട് കീമിന്റെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ എടുത്തിട്ടുണ്ട്, നിങ്ങളും എന്നോടൊപ്പം സോൾവ് ചെയ്യുക. പുസ്തകത്തിൽ തൊട്ടുപോകരുത്, ഐ മീൻ പേനയും പേപ്പറും എടുത്തു പോകരുത്. പേനയും പേപ്പറും ഇല്ലാതെ മനസ്സിൽ സോൾവ് ചെയ്യുക, ആൻസർ കറപ്പിക്കുക, അടുത്ത ചോദ്യത്തിലേക്ക് പോവുക. അതാവണം നമ്മുടെ സ്ട്രാറ്റജി. ആ പവറോടുകൂടി നമ്മൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ചോദ്യം ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഇഫ് sin theta minus cos theta equal to 1, then the value of sin cube theta minus cos cube theta. ചില ആൾക്കാർക്ക് sin cube theta minus cos cube theta കാണുമ്പോൾ അങ്ങ് കൈ ധരിക്കും. എന്തിന്? a cube minus b cube ഫോർമുല ആയിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ. നടക്കൂല, കുറെ സ്റ്റെപ്പ് വരും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? sin theta minus cos theta equal to 1, put theta equal to 90 degree. sin 90 എന്താ? 1. cos 90 എന്താ? 0. 1 minus 0 equal to 1. അത് തന്നെയല്ലേ അവരും തന്നിരിക്കുന്നത്. തീറ്റയ്ക്ക് ഏത് വാല്യൂ ഇടണമെന്ന് നമ്മൾ തീരുമാനിക്കും. ഇത് നമ്മുടെ തീരുമാനം. അപ്പൊ തീറ്റ 90 എന്ന് ഞാൻ ഇട്ട് കൊടുക്കുന്നു, സപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ സൈൻ ക്യൂബ് തീറ്റ എന്താണ്? 1 ക്യൂബ് 1. കോസ് ക്യൂബ് തീറ്റ എന്താണ്? 0 ക്യൂബ് 0. 1 മൈനസ് 0, ആൻസർ 1. മാർക്ക് ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോ മക്കളെ. ഇത് എന്തിനാ നീ ക്വസ്റ്റ്യൻ ഇട്ടത് തന്നെ? എന്തിനാ ക്വസ്റ്റ്യൻ മേക്കർ? വാട്ട് എ സില്ലി ക്വസ്റ്റ്യൻ മേക്കർ. അടുത്ത ക്വസ്റ്റ്യൻ ദി ഇക്വേഷൻ ഓഫ് ദി ടാൻജന്റ് ടു ദി കർവ് ഗിവൺ ബൈ x² plus 2x minus 3y plus 3 equal to 0 at the point 1, 2 is. ഘടാഘടിയനായ ഈ ചോദ്യത്തിന്റെ ഉത്തരം വളരെ വളരെ നിസ്സാരമാണ്. 1, 2 എന്ന് പറയുന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ടാൻജന്റിന്റെ ഇക്വേഷൻ ആണോ നമുക്ക് വേണ്ടത്? ആണ്. 5 ഇക്വേഷൻ അവിടെ കൊടുത്തിട്ടുണ്ടോ? ഉണ്ട്. 1, 2 എന്ന് പറയുന്ന പോയിന്റ് ഈ 5 ഇക്വേഷനിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത് നിങ്ങൾക്ക് ചെയ്യാൻ അറിഞ്ഞൂടെങ്കിൽ പിന്നെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ ചില ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാം. ആ സി ഓപ്ഷൻ നോക്കിയാൽ 4x plus 3y plus 2. എക്സിന്റെ സ്ഥാനത്ത് 1ഉം വൈയുടെ സ്ഥാനത്ത് 2ഉം ഇട്ടാൽ തീർച്ചയായിട്ടും ഈ 4x plus 3y plus 2 0 ആവില്ല. കാരണം ഇതെന്താ? ഇതെല്ലാം പോസിറ്റീവ് ആണ്. എക്സ് പോസിറ്റീവ് ആണ്, വൈ പോസിറ്റീവ് ആണ്, ഇടയ്ക്ക് നെഗറ്റീവ് സൈൻസ് ഒന്നുമില്ല. എന്തായാലും 4x plus 3y plus 2ന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 വരും. അത് ഓപ്ഷൻ അല്ല, ആ ഓപ്ഷൻ തെറ്റാണ്. ഇനി നമുക്ക് ജസ്റ്റ് എ ഓപ്ഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. 4x എന്ന് പറഞ്ഞാൽ 4, 3y എന്ന് പറഞ്ഞാൽ 6, 4 മൈനസ് 6 എന്ന് പറയുമ്പോൾ -2, -2 ഈക്വൽ ടു 0 എന്ന് പറയുന്നത് തെറ്റ്. ഈ ഓപ്ഷൻ തെറ്റ്. ഡി ഓപ്ഷനിലും 4x ഉണ്ട്. 4x എന്ന് പറഞ്ഞാൽ 4 പ്ലസ് 3y എന്ന് പറയുമ്പോൾ 6, 4 plus 6 10, 10 minus 2 equal to 0 എന്ന് പറയുന്നത് പൊട്ടത്തെറ്റ്. 10 minus 2 എത്ര? 8. അടുത്തത് ബി ഓപ്ഷൻ നോക്കാം. 3y minus 4x minus 2. 3y എത്ര മക്കളെ? 3y എന്ന് പറഞ്ഞാൽ 6, 6 മൈനസ് 4x എന്ന് പറഞ്ഞാൽ 6 minus 4 2, 2 minus 2 0. എക്സാക്ട്ലി ബി ഓപ്ഷൻ ശരിയാണ് വരുന്നത്. ഇനി ഒരു സേഫ്റ്റിക്ക് വേണ്ടി എന്തും കൂടെ നോക്കാം, ഈ ഓപ്ഷനും കൂടെ നമുക്ക് ചെക്ക് ചെയ്യാം. 4y minus 3x plus 2. 4y എന്ന് പറയുമ്പോൾ 8, minus 3x എന്ന് പറയുമ്പോൾ -3, 8 minus 3 എന്ന് പറയുമ്പോൾ 5y plus 2 7. തെറ്റാണോ? 7 ഈക്വൽ ടു 0 എന്ന് പറയുന്നത് തെറ്റാണോ? അതെ. അപ്പൊ ഏത് ഓപ്ഷൻ? ബി ഓപ്ഷൻ. നിങ്ങളുടെ കാൽക്കുലേഷൻസ് ഫാസ്റ്റ് ആണെങ്കിൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് സോൾവ് ചെയ്തെടുക്കാവുന്ന ഒരു ചോദ്യം. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത നമ്മുടെ ഉടായ്പിന് പാത്രമാകാൻ പോകുന്ന അടുത്ത കിടിലൻ ക്വസ്റ്റ്യൻ ആണ് ഡിറ്റർമിനൻസിലെ ക്വസ്റ്റ്യൻ. ഇഫ് എ ബി സി ആർ ഡിസ്റ്റിങ്ക്ട് റിയൽസ് ആൻഡ് ദ ഡിറ്റർമിനന്റ് a cube plus 1 b cube plus 1 c cube plus 1 a square b square c square a b c equal to 0, then the product a b c എത്ര എന്നാണ് ചോദ്യം. ഞാൻ ഒരു സീക്രട്ട് പറയട്ടെ, വേറെ ആരോടും പറഞ്ഞു കൊടുക്കണ്ട, നിങ്ങൾ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ബിറ്റ്വീൻ യു ആൻഡ് മീ, ഡിറ്റർമിനന്റിന്റെ ക്വസ്റ്റ്യൻ വന്നാൽ മിക്കവാറും ആൻസർ 0 ആയിരിക്കും. എന്ന് വെച്ചാൽ എല്ലാ ചോദ്യത്തിനും പോയി ആൻസർ 0 ഇട്ട് വെക്കരുത്. ഈ ചോദ്യത്തിൽ നിങ്ങൾക്ക് ഒന്നും അറിഞ്ഞൂടെങ്കിൽ സ്കിപ്പ് ചെയ്യുക, ആൻസർ 0 ഇടരുത്. കാരണം ഇതിന്റെ ആൻസർ 0 അല്ല. പക്ഷെ ഇതൊരു സീക്രട്ടാണ്, ട്രേഡ് സീക്രട്ടാണ്. നിങ്ങൾക്ക് മാർക്ക് ചെയ്തേ പറ്റൂ എന്നുണ്ടെങ്കിൽ ഒന്നും അറിയത്തുമില്ലെങ്കിൽ 0 മാർക്ക് ചെയ്തോളൂ. ഒരു 70% ചാൻസ് 0 ആവാനാണ്.
ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഡിറ്റർമിനന്റിന്റെ ഒരു ചെറിയ പ്രോപ്പർട്ടി മാത്രം നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. ഈ പ്ലസ് എന്ന് പറയുന്നത് ഫസ്റ്റ് റോയില് ഫസ്റ്റ് കോളത്തിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് എ ക്യൂബ് ബി ക്യൂബ് സി ക്യൂബ് എ സ്ക്വയർ എ ബി സ്ക്വയർ ബി സി സ്ക്വയർ സി പ്ലസ് 1 1 1 എ സ്ക്വയർ എ ബി സ്ക്വയർ ബി സി സ്ക്വയർ സി ഈക്വൽ ടു 0 എന്ന് നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. നേരത്തെ തന്നിരുന്ന സാധനത്തിനെയാണ് നമ്മൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഇതിന്ന് നമ്മൾ എ അങ്ങ് പുറത്തെടുത്തു കഴിഞ്ഞാല് ബി അങ്ങ് പുറത്തെടുക്കാം, സി അങ്ങ് പുറത്തെടുക്കാം. അപ്പൊ ഇവിടെ എ ബി സി വരും. അപ്പൊ നമ്മള് എ പുറത്തെടുത്തു, ബി പുറത്തെടുത്തു, സി പുറത്തെടുത്തു. അപ്പൊ ഈ എ ക്യൂബ് എന്ന് പറയുന്ന എ സ്ക്വയർ ആവും, എ സ്ക്വയർ എ ആവും, ബി സ്ക്വയർ ബി ആവും, സി സ്ക്വയർ സി ആവും, ബി ക്യൂബ് ബി സ്ക്വയർ ആവും, സി ക്യൂബ് സി സ്ക്വയർ ആവും. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഡിറ്റർമിനന്റും ഈ ഡിറ്റർമിനന്റും സെയിം അല്ലേ? അതെ. അപ്പൊ ഇതെന്താണ്? ആ ഡിറ്റർമിനന്റ് ഇനി കോമൺ എടുത്താൽ എ ബി സി പ്ലസ് 1 ഈക്വൽ ടു 0. നമുക്ക് ഈ ഡിറ്റർമിനന്റോ അല്ലെങ്കിൽ ഇതോ 0 ആയാൽ പോരെ? എന്തിന്? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 കിട്ടാൻ. അപ്പൊ ഇതങ്ങ് 0 ആയാൽ മതി. എ ബി സി പ്ലസ് 1 ഈക്വൽ ടു 0. എ ബി സി ഈക്വൽ ടു -1. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഓക്കെ, മനസ്സിലായെങ്കിൽ താഴെ ഒരു ലൈക്ക് അടിക്കൂ, ലൈക്ക് അടിക്കൂ, ലൈക്ക് അടിക്കൂ. ഓക്കെ, ലൈക്കും ഫയറും ഇട്ടോ. നിങ്ങൾ ഫയർ ഇടണം, എങ്കിലേ ശരിയാവുള്ളൂ. പവർ വരാൻ ഫയർ ആണ് ബെസ്റ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഉഡായിപ്പിന്റെ വഴികൾ അവസാനിക്കുന്നില്ല. ഇഫ് ദി സം ഓഫ് കോഎഫിഷ്യൻസ് ഇൻ ദി എക്സ്പാൻഷൻ, ഞാൻ ബോർഡ് ഉപയോഗിക്കത്തില്ല കേട്ടോ ഈ ക്വസ്റ്റ്യന്, നിങ്ങളും ഉപയോഗിക്കരുത് പേനയും പേപ്പറും ഒന്നും. ഇടയ്ക്ക് 1-2 ക്വസ്റ്റ്യൻ ഒക്കെ ഉപയോഗിക്കാം. ഒന്നുമില്ലെങ്കിൽ കീമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്ഥലം കുറവാണ്, നമ്മൾ വെറുതെ അത് ഉപയോഗിച്ച് തീർക്കരുത്. അപ്പൊ ഇഫ് ദി സം ഓഫ് കോഎഫിഷ്യൻസ് ഇൻ ദി എക്സ്പാൻഷൻ a square x square minus 2ax plus 1 power 51 is 0, then a equal to. അപ്പൊ ഈ പവർ 51 ഉം a square x square ഉം 2ax ഒക്കെ കാണുമ്പോൾ നമുക്ക് സ്കിപ്പ് അടിക്കാൻ തോന്നും. ഒരിക്കലും ചെയ്യരുത്, ഒരിക്കലും സ്കിപ്പ് അടിക്കരുത്. സം ഓഫ് കോഎഫിഷ്യൻസ് ഇൻ ദി എക്സ്പാൻഷൻ എന്ന് ചോദിച്ചാൽ പുട്ട് x ഈക്വൽ ടു 1 എഴുതി ഒപ്പിട്ട് വെച്ചോ. സം ഓഫ് കോഎഫിഷ്യൻസ് ഇൻ ദി എക്സ്പാൻഷൻ എന്ന് കണ്ടാൽ പുട്ട് x ഈക്വൽ ടു 1. എല്ലാ വർഷവും ക്വസ്റ്റ്യൻ പേപ്പർ ഒരു ക്വസ്റ്റ്യനുമായിട്ട് വരും ഇങ്ങനെ. അപ്പോ x ഈക്വൽ ടു 1 ഇട്ട് കൊടുക്കാം. a സ്ക്വയർ മൈനസ് 2a പ്ലസ് 1 പവർ 51 എന്നായി. അപ്പോ x ഈക്വൽ ടു 1 ഇടുമ്പോൾ ഈക്വൽ ടു 0 എന്ന് ഇട്ട് കൊടുക്കണം. കാരണം കോഎഫിഷ്യൻസിന്റെ സമ്മ് 0 ആണ് എന്ന് തന്നിട്ടുണ്ട്. അതായത് a സ്ക്വയർ മൈനസ് 2ax പ്ലസ് 1 എന്ന് പറയുന്നത് 1 ആണ്. a സ്ക്വയർ മൈനസ് 2a പ്ലസ് 1 എന്ന് പറയുന്നത് 0 ആണ്. അതാണ് നമ്മൾ ഇതിൽ നിന്ന് ഇൻഫർ ചെയ്യേണ്ടതും അതിനുശേഷം a കണ്ടുപിടിക്കേണ്ടതും. ഓക്കെ, a കണ്ടുപിടിക്കാൻ ഇനി എന്ത് ചെയ്യണം? a സ്ക്വയർ മൈനസ് 2a പ്ലസ് 1 ഈക്വൽ ടു 0. ഇതിനകത്ത് എയുടെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. ഏതോ എക്ക് എന്തോ ഇട്ട് കൊടുത്താൽ ശരിയാവും. a ഈക്വൽ ടു 1 ഇട്ടാ പോരെ? 1 പ്ലസ് 1 മൈനസ് 2 ഈക്വൽ ടു 0. a ഈക്വൽ ടു 1. ഫൈനൽ ആൻസർ. a പ്ലസ് 1 ദി ഹോൾ സ്ക്വയർ ആണ്, a മൈനസ് 1 ദി ഹോൾ സ്ക്വയർ ആണ് ഇത്. ഓക്കെ, അറിയാന്ന് വിചാരിക്കുന്നു, മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. മനസ്സിലായെങ്കിൽ എന്ത് ചെയ്യുക? ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ഭാഗ്യം പൊട്ടിയില്ല. അടുത്ത ക്വസ്റ്റ്യൻ sin 15 ഡിഗ്രി ഈക്വൽ ടു. ഇതാണ് എനിക്ക് കീമിനെ ഇഷ്ടപ്പെടാൻ കാര്യം. ഡയറക്റ്റ് ആയിട്ട് ചോദിക്കും, വളയ്ക്കലും തിരിക്കലും ഒന്നുമില്ല, ഒറ്റ ചോദ്യം. sin 15 ഈക്വൽ ടു. sin 15ന്റെ വാല്യൂ കാണാപാഠം അറിയാവുന്നവർ കുറച്ചേ ഉണ്ടാവൂ. അറിഞ്ഞുകൂടെങ്കിൽ ഓർത്ത് വെച്ചോളൂ, √3 - 1/2 √2. ഇനി ഇത് അറിയാതെ നിങ്ങൾ എക്സാമിന് പോയിരിക്കുകയാണ്, ഈ ചോദ്യം വരികയും ചെയ്താൽ എന്ത് ചെയ്യും? നിങ്ങൾ നിങ്ങളുടെ എഞ്ചിനീയറിനെ ഉണർത്തും. നിങ്ങൾ നിങ്ങളുടെ എഞ്ചിനീയറിനെ പോയി തട്ടി വിളിച്ച് വാ ആൻസർ എഴുതാനുണ്ട്, sin 15ന്റെ വാല്യൂ കണ്ടുപിടിക്കാനുണ്ട് എന്ന് പറയും. അപ്പൊ അവൻ ചാടി വരും, എന്നിട്ട് പറയും sin 15 എനിക്കറിയത്തില്ല എന്ന് പറയും. പക്ഷെ എനിക്കറിയാം sin 30 അറിയാം. sin 30 എത്ര? 1/2 അല്ലെങ്കിൽ 0.5. സൈൻ എന്ന് പറയുന്ന സാധനം sin 0 0 ആണ്, sin 90 1 ആണ്,
0 മുതൽ 90 വരെ ഇൻക്രീസ് ചെയ്തു പോകുന്ന ഒരു സാധനമാണ് സൈൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ. ആണോ അല്ലയോ? അതെ. അപ്പൊ സൈൻ 15 ഉറപ്പായിട്ടും 0.5 ചെറുതും 0 കൂടുതലും ആയേ പറ്റൂ. അത് എക്സ് ആണെങ്കിൽ എക്സിന്റെ വാല്യൂ 0.5 ചെറുതും 0 കൂടുതലും ആയേ മതിയാവൂ. ആയേ മതിയാവൂ. അപ്പൊ ആദ്യത്തെ ഓപ്ഷൻ നമുക്ക് നോക്കാം. √3 - 1/2 √3യുടെ വാല്യൂ 1.7 എടുക്കുക. √2ന്റെ വാല്യൂ 1.4 എടുക്കുക. √3 - 1 ആവുമ്പോ എന്തായി? 0.7 ആയി. ഡിവൈഡഡ് ബൈ 2 × 1.4. ഇത് എത്ര? 0.7ഉം 1.4ഉം വെട്ടിക്കളയാൻ 1/2 വരും. 1/4 എന്ന് വരും. 0.25. നമ്മുടെ റേഞ്ചിലുള്ള ആളാണ്, അവനെ അവിടെ മാറ്റി നിർത്തുക. എ ഓപ്ഷൻ ഓക്കെ. ഇനി ബി ഓപ്ഷൻ √3 + 1/2 √2 1.7 + 1 എന്ന് പറഞ്ഞാൽ 2.7 by 2 × 1.4. ഇത് എത്ര? 1.35 വരും. 1.35 by 1.4 ഏകദേശം ഒരു 0.9 റേഞ്ചിൽ വരും. എന്തായാലും 0.5 ഗ്രേറ്റർ ആണ്. അപ്പൊ ബി ഓപ്ഷൻ അല്ല. സി ഓപ്ഷൻ 1 - √3 by 2 √2 1 - 1.7 എന്ന് പറഞ്ഞാൽ തന്നെ നെഗറ്റീവ് വാല്യൂ ആണ്. നമുക്ക് വേണ്ടത് നെഗറ്റീവ് ആണോ? അല്ല. ഓക്കെ. ഇനി ഡി ഓപ്ഷൻ 1 + √3 by √2 1 + √3 എന്ന് പറഞ്ഞാൽ 2.7 by √2 എന്ന് പറഞ്ഞാൽ 1.4. ഇത് ഗ്രേറ്റർ ദാൻ 1 ആണ്. ഇത് എന്തായാലും അല്ല. അപ്പൊ നമുക്ക് 0.5 ലെസ് ആണ് വേണ്ടത്. ഓക്കെ. അടുത്തത് ഇ. നേരെ അവരൊരു മൈനസ് ചിഹ്നം ഇട്ടിട്ടുണ്ട്. എന്നിട്ട് 1 + √3. അത് എന്തായാലും നെഗറ്റീവാണ്. അപ്പൊ അതല്ല. ആകെ ഏത് ഓപ്ഷനെ സാറ്റിസ്ഫൈ ചെയ്യും? എ ഓപ്ഷൻ. അപ്പൊ എഞ്ചിനീയർ കറക്റ്റ് ആൻസർ തന്നു, ടാറ്റ ബൈ ബൈ പറഞ്ഞു, പോയി. പോകാൻ പാടില്ല. കാരണം അടുത്ത ചോദ്യത്തിന് ആരെ വേണം? നിങ്ങളുടെ എഞ്ചിനീയർ ബുദ്ധി നമുക്ക് വേണം. ഓക്കെ. അപ്പൊ അടുത്ത ചോദ്യം നിങ്ങൾക്ക് ഞാനൊരു ഹോംവർക്ക് ആയിട്ട് തരികയാണ്. ഒരുത്തനും പേപ്പറും പേനയും ഉപയോഗിച്ച് പോരുത്. നേരെ ഉപയോഗിച്ചോ, പക്ഷെ ഇതിന്റെ ഒറിജിനൽ വേയിലോട്ടൊന്നും പോരുത്. നേരെ എന്തെങ്കിലും ചെറിയ ഗ്രാഫോ എന്തെങ്കിലുമൊക്കെ വരയ്ക്കുക. ഒരു ഹിന്റാണ്. ചെറിയ ഗ്രാഫ് എന്തെങ്കിലുമൊക്കെ വരച്ച് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. The area of the triangle in the complex plane formed by Z, IZ, Z plus IZ is. സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ആൻസർ കണ്ടുപിടിച്ച് അതിന്റെ ട്രിക്കോ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്നത് കമന്റ് ബോക്സിൽ ഇടും. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഉഡായിപ്പുകളും ട്രിക്കുകളും തന്ത്രങ്ങളും മന്ത്രങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ. എക്സാമിനൊന്നും പഠിച്ചിട്ടില്ല, പഠിച്ചൊന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല, പഠിച്ചിട്ടും കോൺഫിഡൻസ് കിട്ടുന്നില്ല, ഇതൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ കറക്റ്റ് സ്ഥലത്താണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ഇനി ഈ പ്രശ്നങ്ങൾ ഒന്നുമില്ല നിങ്ങൾക്കെങ്കിലും കൃത്യമായിട്ടുള്ള സ്ഥലത്ത് തന്നെയാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വേറെ ഒന്നുമല്ല, പേപ്പറും പേനയും ഒന്നും ഇല്ലാതെ കൂളായിട്ട് നമ്മുടെ കീം എക്സാം എഴുതാൻ പോയിട്ട് സുഖമായിട്ട് അടിപൊളി മാർക്ക് അടിച്ചിട്ട് എങ്ങനെ വരാം എന്നുള്ള ഒരു ട്രിക്കാണ് ഇത്. ഒരു ഡിസ്ക്ലൈമർ എനിക്ക് പറയാനുള്ളത്, നന്നായിട്ട് പഠിച്ചവരെ പുച്ഛിക്കുന്ന ഒരു വീഡിയോ ഒന്നും അല്ല ഇത് ചില ട്രിക്സ് ഉണ്ട്. കീം എക്സാം ആണ്. 120 ചോദ്യം 2.5 മണിക്കൂറിൽ ചെയ്യേണ്ടുന്ന എക്സാം ആണ്. അപ്പൊ എല്ലാ ചോദ്യത്തിനും എല്ലാ സ്റ്റെപ്സും എഴുതി ചെയ്യാനുള്ള സമയം നമുക്കില്ലല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ചില സൂത്രപ്പണികൾ ഉപയോഗിക്കണം. കുറേ സൂത്രപ്പണികളുണ്ട്. ഇത് നമുക്ക് കൈവരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 2 വർഷം കൃത്യമായിട്ടിരുന്ന് പഠിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ ഈ അടവ് എടുത്തു കഴിഞ്ഞാൽ ആൻസർ കിട്ടുമെന്ന്. ഇത് കോച്ചിങ് സെന്ററുകളൊന്നും പറഞ്ഞു തരൂല. പറഞ്ഞു തരുന്നത് ആകെ ആര് മാത്രമേ ഉള്ളൂ? ഇൻട്രോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഇന്റഗ്രൽ 2x + sin 2x / 1 + cos 2x. ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ക്വസ്റ്റ്യൻ അല്ല, ക്വസ്റ്റ്യൻ നമ്പർ ആണ്. 105ാമത്തെ ചോദ്യമായിട്ട് കീം എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഈ വർഷം. 2022 21 ഏതോ ഒരു വർഷം ഇവിടെ മാറ്റർ ചെയ്യുന്നില്ല. എന്തായാലും സംഭവം ചോദിച്ചു. ഇത് നിങ്ങൾ പഠിച്ചിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾ cos 2xന്റെ എക്സ്പാൻഷൻ ഇട്ട് അങ്ങനെ ചെയ്യും. പക്ഷെ നിങ്ങൾ പഠിക്കാത്ത ആളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഓപ്ഷൻസ് നോക്കണം. x² sec x, x + tan x, x² tan x, x sec x, x tan x. 4 ഓപ്ഷനിൽ മൾട്ടിപ്ലിക്കേഷൻ ആണ് വരുന്നത്. ഒരേ ഒരു ഓപ്ഷനിലാണ് പ്ലസ് സൈൻ വരുന്നത്. ഒഴിവാക്കാൻ അവനെ നമുക്ക് വേണ്ട. ബി ഓപ്ഷൻ നമുക്ക് വേണ്ട. പിന്നെ sec x tan x, sec x tan x. 2 ഓപ്ഷനിൽ sec x, 3 ഓപ്ഷനിൽ tan x.
അപ്പൊ C6 നമുക്ക് വേണ്ട. അപ്പൊ നമ്മൾ ഇതുവരെ ഏതൊക്കെ ഓപ്ഷനെ ഒഴിവാക്കി? ബിനെ ഒഴിവാക്കി, എനെ ഒഴിവാക്കി, ഡിനെ ഒഴിവാക്കി. ആകെ സിയും ഇയും മാത്രം ബാക്കി. നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ പോയിന്റിൽ നിങ്ങൾക്ക് ഗസ് അടിക്കാം. ഒരു 50% ചാൻസ് ശരിയാവും, അല്ലെങ്കിൽ തെറ്റും, ഭാഗ്യമില്ലായ്മ. ഇനി 100% ശരിയാക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നോക്കണം. ഇപ്പൊ ആകെ ആര് ബാക്കി? x² tan x ഉം x tan x ഉം. x² ഉള്ള ആകെ 2 ഓപ്ഷനേ ഉള്ളൂ. x ഉള്ള 3 ഓപ്ഷൻ ഉണ്ട്. അപ്പൊ എക്സിനാണ് ചാൻസ്. ക്വസ്റ്റ്യൻ മേക്കർ, യു നോട്ടി ബോയ്. അപ്പൊ ഏത് ഓപ്ഷൻ? ഈ ഓപ്ഷൻ. അങ്ങനെ നമുക്ക് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. അപ്പൊ ഇത് കറക്റ്റ് ആണ്, ഈ ഓപ്ഷൻ തന്നെയാണ് ശരി. അപ്പൊ അങ്ങനെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. ഇനി നിങ്ങൾക്ക് സംശയം മാറിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആ x tan x എടുക്കുക, അതിനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഇന്റഗ്രേഷൻ കണ്ടുപിടിക്കേണ്ട ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഓപ്ഷൻ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ പോരെ. ഇതിനെ ഒന്ന് x tan x നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നേരെ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത നമുക്ക് വേറെ ടെക്നിക്കൽ. വീണ്ടും നമ്മൾ മാത്സ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഒരു മാട്രിക്സ് ആണ്, ഇതിനും ബോർഡൊന്നും വേണ്ട. സൈൻ ആൽഫ സൈൻ ബീറ്റ, അത് തീറ്റ = 0 ഇട്ടോട്ട് നോക്കളെ. അപ്പൊ കോസ് ആൽഫ കോസ് ബീറ്റ കോസ് ഗാമ വരും. അടുത്ത റോയും തേർഡ് റോയും എന്താണ്? കോസ് ആൽഫ കോസ് ബീറ്റ കോസ് ഗാമ. 2 റോ സെയിം ആയ ആൻസർ എന്ത്? 0 0 0. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഓക്കെ, കമന്റ് ബോക്സിന് തീയിടണം കേട്ടോ. ഇത് ഞാൻ ഒന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് തീയിടാം. അടുത്ത ക്വസ്റ്റ്യൻ. The solutions of the equation cos theta = 2 - 3 sin theta by 2 in the interval. എനിക്കിന്ന് ബോർഡിൽ എഴുതാൻ തീരെ താല്പര്യമില്ല. നമുക്ക് പേനയും പേപ്പറും ഇല്ലാതെ തന്നെ ഇത് കണ്ടുപിടിക്കണം. ഓപ്ഷൻസ് നോക്കിയാട്ടെ. 3 ഓപ്ഷനിൽ പൈ ഉണ്ട്. പൈ ഇട്ട് നോക്കാം. കോസ് പൈ = 2 - sin π by 2 ആണോ എന്ന് ചെക്ക് ചെയ്യാം. കോസ് പൈ എന്ന് വെച്ചാൽ കോസ് 180 -1 തന്നെ ആണ്. -1 ഈക്വൽ ടു, നിങ്ങൾക്ക് കുറച്ചൊക്കെ ട്രിഗണോമെട്രി ഒക്കെ അറിയണം ഇത് ചെയ്യാനായിട്ട്. കോസ് പൈ എന്ന് പറയുന്നത് -1 ആണ്. ഇനി 2 - 3 sin π by 2. sin π by 2 എന്ന് വെച്ചാൽ 1. അപ്പോൾ 2 - 3 -1. ഓക്കെ, അപ്പൊ പൈ കറക്റ്റ് ആണ്. ഇനി അപ്പൊ എയോ സിയോ ഇ ആണെന്ന് നമുക്ക് മനസ്സിലായി. നമുക്ക് ഏത് ഓപ്ഷൻ ഇടാം ഇനി? പൈ ബൈ 6 ഇട്ട് കൊടുക്കാം. വേണ്ട, പൈ ബൈ 3 ഇടാം. അതാകുമ്പോൾ സൈൻ പൈ ബൈ 6 നമുക്ക് അറിയാമല്ലോ. അപ്പൊ സി ഓപ്ഷൻ എടുത്തിട്ട് കൊടുക്കാം. കോസ് പൈ ബൈ 3, അതായത് കോസ് 60. കോസ് 60 എന്ന് വെച്ചാൽ 1/2. cos 60 1/2. 1/2 is equal to 2 - 3 sin 30. sin 30 എന്ന് വെച്ചാൽ അതും 1/2 ആണ്. 2 - 3/2 കറക്റ്റാ. 2 - 3/2 എന്ന് പറയുന്നത് 1/2 തന്നെയാണ്. അപ്പൊ ഏത് ഓപ്ഷൻ? സി ഓപ്ഷൻ. കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അത് നമുക്ക് അങ്ങനെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും, സി ഓപ്ഷൻ. ഇനി നമുക്ക് കുറച്ചു നേരമായിട്ട് നമ്മൾ മാത്സ് നോക്കും. നമുക്കൊരു ഫിസിക്സ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഇതും ഉടായ്പ തന്നെ, നിങ്ങൾ ആരും പേടിക്കൊന്നും വേണ്ട. ഈ വീഡിയോ ഫുൾ ഉടായ്പ വീഡിയോ. ഫ്രണ്ട്സെൽ ഡിസ്റ്റൻസ് ഓഫ് ആൻ അപ്പർച്ചർ എന്തോ ആയിക്കോട്ടെ, ഡിസൈഡിങ് ദ വാലിഡിറ്റി. ക്വസ്റ്റ്യൻ എന്താണ് മക്കളെ? ഡിസ്റ്റൻസ് ആണ്. ഫ്രണ്ട്സെൽ ഡിസ്റ്റൻസ് ആണ്. അപ്പൊ ആൻസറിന്റെ ഡയമെൻഷൻ എന്ത് വരണം? ഡിസ്റ്റൻസിന്റെ ഡയമെൻഷൻ വരണ്ടേ? ഡിസ്റ്റൻസിന്റെ ഡയമെൻഷൻ എന്താ? എല് അല്ലേ? എല് അല്ലേ? ഈ എല് എന്ന് പറയുന്ന പുതിയ ലൈസൻസ് എടുക്കുന്നതിന് മുമ്പുള്ള ഇതിനകത്ത് എല്ല് എന്ന് എഴുതി വെച്ചേക്കുന്നത് എന്തിനാന്ന് നിങ്ങൾക്ക് അറിയോ? അത് ഞാൻ ഇങ്ങനെ റോഡിന്റെ ഫ്രണ്ട് ചെയ്യുന്നപ്പോൾ 2 ചെക്കന്മാരിങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുന്നത് കേട്ടാ. ഒരുത്തൻ മറ്റവൻ്റെ അടുത്ത് ചേട്ടാ എന്തിനാണ് ഈ എല്ലെന്ന് എഴുതിയിരിക്കുന്നത്? അപ്പൊ മറ്റവൻ പറയണേ എല്ല് ഒടിയുണ്ടെങ്കിൽ മാറിക്കോ എന്നുള്ളതാണ് ഈ എല്ലെന്ന്. ഇതൊക്കെയാണല്ലോ ഇവന്മാരുടെ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. എല്ല് ആണ് നമുക്ക് വേണ്ടുന്ന ഡയമെൻഷൻ. ഫസ്റ്റ് ഓപ്ഷൻ നോക്കിയാൽ λ/a². എ എന്ന് പറയുന്നതും എന്താണ്? അപ്പർച്ചർ, അതായത് ഡിസ്റ്റൻസ് ആണ്. ലാംഡ എന്ന് പറയുന്നത് വേവ് ലെങ്ത്, അതും എന്ത് തന്നെയാണ്? ഡിസ്റ്റൻസ് തന്നെയാണ്. അപ്പൊ λ/a², അതായത് l/l² ചെയ്താൽ l⁻⁻1 വരുന്നുള്ളൂ. ഓക്കെ, അതേപോലെ എ ഓപ്ഷൻ അപ്പൊ തെറ്റാണ് നമ്മൾ മനസ്സിലാക്കി. ബി ഓപ്ഷൻ നോക്കിയാല് λa l × l² വരും. അപ്പൊ അതും തെറ്റാണെന്ന് മനസ്സിലാക്കി. സി ഓപ്ഷൻ നോക്കാം. a² λ l² l3, അതും തെറ്റാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഡി ഓപ്ഷൻ നോക്കാം. a² by λ l² by l, അത് ഓക്കെയാണ്, l കിട്ടി. ഇനി ഡി ഓപ്ഷൻ, അപ്പൊ ഇത് കിട്ടി. ഇനിയിപ്പോ നോക്കേണ്ട കാര്യമില്ല, ഡിയും കൂടെ നോക്കി ഇയും കൂടെ നോക്കിയേക്കാം. ഈ ഓപ്ഷൻ എന്താ? a² λ² l⁻⁴, തെറ്റ്, പൊട്ട തെറ്റത്. ആകെ ഡി ഓപ്ഷൻ മാത്രമേ സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ. മാർക്ക് ചെയ്തിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോകണം. ഓക്കെ ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. യോ ബ്രോ, ബ്രോമിന്റെ ക്വസ്റ്റ്യൻ. നമ്മൾ ബ്രോ എന്ന് പറഞ്ഞതാണ്, ബ്രോമിനെത്തി. ആവറേജ് ഓക്സിഡേഷൻ നമ്പർ ഓഫ് ബ്രോമിൻ ഇൻ Br3O8. ഒന്നും അറിയാത്തവൻ എന്ത് ചെയ്യണം? ഓപ്ഷൻ നോക്കണം.
എ ഓപ്ഷനിലും ഡിനോമിനേറ്റർ 3, ബി ഓപ്ഷനിലും ഡിനോമിനേറ്റർ 3, ഇ ഓപ്ഷനിലും ഡിനോമിനേറ്റർ 3, സിയും ഡിയും ഒഴിവാക്ക്. പിന്നെ ന്യൂമറേറ്റർ നോക്കുക 16, 8, 4. ഓക്സിജൻ ആണ്. ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ എത്ര? +2. ഓക്കെ ഓക്കെ +2 -2 ഞാൻ മറന്നു കേട്ടോ. എന്താന്ന് വെച്ചാൽ എത്ര ഓക്സിജൻ ഉണ്ട്? 8 ഓക്സിജൻ ഉണ്ട്. ഇതൊന്നും നമുക്ക് അറിയാത്ത കാര്യങ്ങളാണ്. 2 × 8 16 ഏത് ഓപ്ഷനിലുണ്ട്? എ ഓപ്ഷൻ. കുത്തും പോവും, ഇത്രേ ഉള്ളൂ. കിട്ടിയാ കിട്ടി, പോയാ പോയി. അതാണ് നമ്മുടെ ഒരു ലൈൻ. ഇനി ഇത് ഒറിജിനലായിട്ട് ചെയ്യുന്നത് എങ്ങനെയാ? ബ്രോമിന്റെ x എന്ന് എടുക്കാം. 3x ഓക്സിജന്റെ -2 8, അതായത് -16 = 0. x = 16/3. കഴിഞ്ഞ്. അതും എളുപ്പമാണ്, ഇതും എളുപ്പമാണ്. ഓക്കെ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ. മാച്ച് ദ ഫോളോയിങ്. ഐ ലവ് മാച്ച് ദ ഫോളോയിങ്. ഇതാണ് ആൽക്കെയിന് ഫീനോൾ. ക്വസ്റ്റ്യൻ ഒന്നും നമുക്ക് വായിക്കാൻ സമയമില്ല, നമ്മൾ ഓപ്ഷൻ നോക്കും. A3 A1 A3 A3. അപ്പൊ എക്ക് 3 ആണ് ശരി കേട്ടാ. എ എന്ന് പറയുന്ന ഇത് മൂന്നാമത്തെ, അതായത് ഐസോബ്യൂട്ടേനുമായിട്ടാണ് ആൽക്കെയിൻ മാച്ച് ചെയ്യുന്നത്. ശരി, ഗുഡ് ഗായ്. പിന്നെ ബിക്ക് 1 5 3 5 2. അപ്പൊ 2 5 ഉള്ള സ്ഥിതിക്ക് ബിക്ക് 5 വരണം. അപ്പൊ ഇപ്പൊ നമ്മുടെ കയ്യിൽ ബിഒ ഡിഒ ആണ് ശരിയെന്ന് നമ്മൾ മനസ്സിലാക്കി. ബിഒ ഡിഒ. അപ്പൊ ഇനി സിക്ക് 1 സിക്ക് 1. അതപ്പോ നമുക്ക് ഷുവറായി. എ ഓപ്ഷനും ഡി ഓപ്ഷനും നോക്കിയാൽ കട്ടക്ക് പോയിക്കൊണ്ടിരിക്കുക. ബി അല്ല, എ ഓപ്ഷൻ അല്ല, ബി ഓപ്ഷനും ഡി ഓപ്ഷനും. A3 A3, B5 B5, C1 C1. ഇനി D2 D4, E4 D2. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരിക്കും. നമ്മൾ ബാക്കി ഓപ്ഷൻ നോക്കണം. ഡിനകത്ത് എ ഓപ്ഷനിൽ 2, ബിയില് 2, സിയില് 4, ഡിയില് 4. പ്രത്യേകിച്ച് ഗുണമൊന്നും ഇല്ല. ഈ ഓപ്ഷൻ അല്ല എന്ന് മാത്രമേ നമുക്ക് അതിൽ നിന്ന് കിട്ടുള്ളൂ. ഇനി ഇന്റെ കാര്യം നോക്കാം. അതിലും എയില് 4 എന്ന് പറയുന്നത് ഇയുടെ കറസ്പോണ്ടിങ് 4 ആണെന്ന് പറയുന്നു. ബിയിൽ ഇൻ്റെത് കറസ്പോണ്ടിങ് 4 ആണെന്ന് പറയുന്നുണ്ട്. ഡിയില് അപ്പൊ പിന്നെ 3 ഓപ്ഷനിൽ ഇൻ്റെത് 4 ആണെന്ന് പറയുന്നതുകൊണ്ട് നമുക്ക് ഏത് മാർക്ക് ചെയ്യാം? ഡി ഓപ്ഷൻ മാർക്ക് ചെയ്തിട്ട് പോവാം, നമുക്ക് പ്രത്യേകിച്ച് അറിവൊന്നും ഇല്ലെങ്കിൽ. പിന്നെ ഇങ്ങനത്തെ ചോദ്യം നിങ്ങൾ ഇത് പഠിച്ചിട്ടുള്ള ആളായതുകൊണ്ട് നിങ്ങൾക്ക് 1 2 എണ്ണമെങ്കിലും മാച്ച് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ഡിയും ഇയും തമ്മിൽ ഏതാണ് ശരിയും നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. 101% ഉറപ്പാണ് ഇത് ബിഒ ഡിഒ ആണ് ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന്. ഞാനാണെങ്കിൽ ബി കുത്തും. അത്ര എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ. Logic gates are given. The input A = 0, B = 1 in case A = 1, B = 0 in case B. Gates giving output Y = 1 for both the cases. നമ്മുടെ കമന്റ് സെക്ഷനിൽ ഒരു കൂട്ടുകാരൻ 2-3 ദിവസമായിട്ട് ലോജിക് ഗേറ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കേസ് എയിൽ എന്താ? A = 0, B = 1. കേസ് ബിയിൽ എന്താ? A = 1, B = 0. ഓക്കെ, നമുക്ക് എന്താ വേണ്ടേ? രണ്ടിലും ആൻസർ 1 ആണ് കിട്ടുന്നതെന്ന് വെച്ചാൽ ഇതിന്റെ ആൻസറും 1 കിട്ടി, ഇതിന്റെ ആൻസറും 1 കിട്ടി. ഓപ്ഷൻ നോക്കാം. ഓർ ഗേറ്റ് ആൻഡ് ഗേറ്റ് തെറ്റല്ലേ? കാരണം രണ്ടാമത്തെ കേസിൽ ആൻഡ് ഗേറ്റ് ഇട്ട് ആൻസർ 0 വരും. 1ഉം 0ഉം ആൻഡ് ചെയ്താൽ എന്ത് കിട്ടും? 0 കിട്ടും. അതുകൊണ്ട് ആ ഓപ്ഷൻ തെറ്റാ. ബി ഓപ്ഷൻ നോക്കാം. ഓർ ശരിയാണ്. ഏ കേസിൽ ഓർ ഇട്ടാ 0ഉം 1ഉം ഓർ ചെയ്താൽ ആൻസർ 1 വരും. ഇനി നാൻഡ് ശരിയാ, കാരണം ഇതിനെ ആൻഡ് ചെയ്തിട്ട് കിട്ടുന്നതിന്റെ ഓപ്പോസിറ്റ്. ആൻഡ് ചെയ്യുമ്പോൾ 0 കിട്ടും, 0ന്റെ ഓപ്പോസിറ്റ് 1. ഞാൻ വളരെ സ്പീഡിലാണ് പറഞ്ഞു പോകുന്നത്, എനിക്ക് നന്നായിട്ട് അറിയാം. സമയമില്ലാത്തതുകൊണ്ട് കൂടിയാണ്. നിങ്ങളുടെ ബുദ്ധി വികസിക്കട്ടെ എന്നും കൂടി വെച്ചിട്ടാണ് ബി ഓപ്ഷൻ മാർക്ക് ചെയ്യുക, പോവാന്നുള്ളതേ ഉള്ളൂ. ആൻഡ് കണ്ടു കഴിഞ്ഞാൽ ഇത് തെറ്റാ. കാരണം y 1 വരണമെങ്കിൽ 0ഉം 1ഉം ആൻഡ് ചെയ്താൽ ഒരിക്കലും y 1 കിട്ടാൻ പോകുന്നില്ല. ഓക്കെ ഓക്കെ വീണ്ടും നല്ലൊരു ക്വസ്റ്റ്യൻ. ഇൻ എ ഗ്യാസ് അറ്റ് STP. അതൊന്നും നമുക്ക് വേണ്ട. ക്വസ്റ്റ്യൻ ഒന്നും വായിക്കല്ലേ മക്കളെ, ഒരു കാരണവശാലും വായിക്കരുത്. Then the mean free path is inversely proportional to. ഫ്രീ പാത്ത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. പാത്ത് എന്ന് വെച്ചാൽ എന്താ? ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഡയമെൻഷൻ എന്താ? L. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയുമ്പോൾ L⁻⁻1. ഈ ഡയമെൻഷൻ വരുന്ന ഓപ്ഷൻ മാത്രം നോക്കിയാൽ മതി. എ ഓപ്ഷന്റെ ഡയമെൻഷൻ എന്താ? N എന്ന് വെച്ചാൽ എന്താണ്? നമ്പർ ഡെൻസിറ്റി. നമ്പർ അല്ല, നമ്പർ ഡെൻസിറ്റി. ഡെൻസിറ്റി എന്ന് വെച്ചാൽ 1/വോളിയം, N/വോളിയം, അതായത് 1/L3. L⁻³ ആണ് N-ന്റെ ഡയമെൻഷൻ. കേട്ടോടാ മക്കളെ? N = L⁻3. പിന്നെ R എന്ന് വെച്ചാൽ എന്താ? റേഡിയസിന്റെ ഡയമെൻഷൻ എന്താ? L തന്നെയാണ്. നമുക്ക് വേണ്ടത് ആരെ? L⁻⁻1നെ. ഓപ്ഷൻ 1 നോക്കാം. nr² നടക്കുമോ നമുക്ക്? n എന്ന് വെച്ചാൽ L⁻⁻3, r² എന്ന് വെച്ചാൽ L². അപ്പോ L⁻⁻1 ഓക്കെ ആണ്. എ ഓപ്ഷൻ ഓക്കെ ആണ് എന്ന് വെച്ചാൽ നമ്മൾ നിർത്തുവോ? ഇല്ല. ബി nr എന്ന് വെച്ചാൽ L⁻⁻3 L L⁻2 തെറ്റാണ്. സി ഓപ്ഷൻ
n square r l raised to -6 l l raised to -5 തെറ്റ് വെട്ട് d ഓപ്ഷൻ √nr l raised to -3/2 ഓടാവില്ലേ വേണ്ട അത് e എന്ന് വെച്ചാൽ എന്താ √nr അത് ഒരിക്കലും വരത്തുമില്ല nr എന്ന് പറയുമ്പോൾ √nr എന്ന് പറയുമ്പോൾ എന്താ l raised to -4 l raised to -2 വരും തെറ്റല്ലേ നമുക്ക് l raised to -1 അല്ലേ വേണ്ടേ അപ്പോൾ c ഒന്നുമില്ല a ഓപ്ഷൻ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ കഴിഞ്ഞെന്ന് തോന്നുന്നു നമ്മളെ കഴിഞ്ഞു ഇത്രേ ഉള്ളൂ അപ്പൊ ഇങ്ങനെ നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ പേടിച്ചോടരുത്. കൃത്യമായിട്ട് എന്താണ് ചോദിച്ചിരിക്കുന്നത്, ഡയമെൻഷൻ വെച്ച് ചെയ്യാൻ പറ്റുമോ, സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ച് ചെയ്യാൻ പറ്റുമോ, അതോ ഇനി എലിമിനേഷൻ വെച്ച് ചെയ്യാൻ പറ്റുമോ, ഓപ്ഷനിൽ നിന്ന് കിട്ടുമോ, എല്ലാം നോക്കിയിട്ട് നമ്മൾ വിടാവൂ. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂഷന്റെ കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മൾ പുട്ട് n = 0, നമ്മൾ ഇന്ന് തീറ്റ = 0 ഇട്ടില്ലേ, അതേപോലത്തെ ടൈപ്പ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും നമ്മുടെ വീഡിയോ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.